കേരളത്തിലെ മാധ്യമങ്ങളും ഇടതുപക്ഷവും എല്ലാം പറഞ്ഞിരുന്നത് ഈ വഖഫ് ഭേദഗതി ബില്ല് സുപ്രീം കോടതി വലിച്ചിറയും. പക്ഷെ സംഭവിച്ചത് തിരിച്ചാണല്ലോ. എന്താണോ കേന്ദ്ര സർക്കാർ നിലപാട് അതിനനുസരിച്ചുള്ള ഒരു വിധിയാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമായിട്ടും 100% ഈ ബില്ലിനെ അനുകൂലിച്ചിരിക്കുകയാണ്. അതിന്റെ ഓപ്പറേറ്റീവ് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. നാം അങ്ങനെയല്ല തുടക്കം കേട്ടത്. അസാധാരണമായ വ്യാഖ്യാന പാഠകമാണ്. ഇന്നാണല്ലോ ഇപ്പൊ മാതൃഭൂമി എന്നെന്താ എഡിറ്റോറിയൽ എഴുതാത്ത അതിനെക്കുറിച്ച് മിണ്ടായിരിക്കുന്ന എന്താ? കാരണം ചമ്മിപ്പോയി, പത്രങ്ങൾ ചമ്മിപ്പോയി. അതാണ് സംഭവം. 120 ഹർജികളാണ് ഇതിനെതിരെ ഫയൽ ചെയ്യപ്പെട്ടത്. സമഗ്രമായിട്ട് അതെല്ലാം പരിശോധിച്ചിട്ടാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അതിൻ്റെ ഇടക്കാല ഇൻ്ററിം ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ പുറപ്പെടുവിച്ചിരിക്കുന്നതിൽ ഈ ബില്ലിനെ ഓപ്പറേറ്റീവ് പാർട്ടിൽ പറയുന്നത് ഈ ബില്ല് സ്റ്റേ ചെയ്യാനായിട്ടുള്ള യാതൊരു കാരണങ്ങളും ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അവരുടെ കുൽസിത ബുദ്ധി കൊണ്ട് കണ്ടെത്തിയത് ഇതിനകത്ത് 2 സ്റ്റേ വന്നിരിക്കുന്നു. ഒന്ന്, ഇതിൻ്റെ ചട്ടങ്ങൾ തയ്യാറാക്കുന്നത് വരെ ശ്രദ്ധിക്കണം, വരെ ഒരു വഖഫ് പ്രോപ്പർട്ടി ദാനം ചെയ്യുക, വഖഫായിട്ട് മാറ്റുക എന്ന് പറയുന്നത് ചെയ്യുന്ന ആള് 5 വർഷമെങ്കിലും ഇസ്ലാമായിട്ട് വിശ്വാസം അർപ്പിച്ച് പ്രവർത്തിച്ച ആളാണ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിങ് ഇസ്ലാം എന്നാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. പള്ളിയിൽ പോവുക, സുബഹ് നമസ്കാരം നടത്തുക, അങ്ങനെയുള്ള നമസ്കാരങ്ങളൊക്കെ നടത്തി പ്രാക്ടീസ് ചെയ്ത ആൾക്ക് മാത്രമേ വഖഫ് പ്രോപ്പർട്ടി വഖഫ് സ്വത്തായിട്ട് എഴുതി കൊടുക്കാൻ പറ്റൂ, അവകാശമുള്ളൂ എന്നൊരു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. സത്യം. എപ്പോൾ വരെയാ അത് പറയുന്നില്ല ഈ പത്രങ്ങളൊന്നും നമ്മളോട്. ഇത് പറഞ്ഞ ഈ നമ്മുടെ ജെഫ്രി മുത്തുക്കോയ തങ്ങളും മുസ്ലിം ലീഗും ഒക്കെ വലിയ ആശ്വാസം പറയുന്നു. ഇത് ചട്ടങ്ങൾ തയ്യാറാക്കും വരെ ഫയലിൽ സ്വീകരിച്ചപ്പോൾ തന്നെ എന്ത് ബഹളമായിരുന്നു. വലിയ തമാശ. മോദി രാജിവെക്കും. കാരണം ഈ ബില്ല് പാടില്ല, ഭരണഘടനാ വിരുദ്ധം എന്നാണല്ലോ പറഞ്ഞത്. ഇത് ഭരണഘടനാ വിരുദ്ധം അല്ല എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർന്നേ. അതിൻ്റെ ബലൂണിലെ കാറ്റ് മുഴുവൻ പോയി കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ സ്റ്റേ ഇതാണ്. ഇത് ചട്ടങ്ങൾ നിലവിൽ വരുന്നവരെ, ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ 2 ആഴ്ച കൊണ്ട് നിലവിൽ വരാം. അതുവരേ ഉള്ളൂ ഈ സ്റ്റേയ്ക്ക് ആയുസ്, അതുവരേ ഉള്ളൂ. പിന്നെ അപ്പോൾ ചട്ടങ്ങൾ വന്നു കഴിയുമ്പോൾ 5 വർഷം മുസ്ലിമായിട്ട് പ്രാക്ടീസ് ചെയ്ത ആൾക്ക് മാത്രമേ വഖഫ് ദാനം ചെയ്യാൻ പറ്റൂ എന്ന് വരും. അതിൻ്റെ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ആരാണെന്നുള്ളതൊക്കെ ചട്ടത്തിലേ വരും. അത് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പറ്റും എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഈ ബില്ലിന് ആ ഭാഗത്ത് ഒരു കുഴപ്പവുമില്ല. പ്രാക്ടിക്കലി ഗവൺമെൻറ് പറഞ്ഞ പോലെ നടക്കും. ഇനി ഒരു കാര്യം, ഒരു ഭേദഗതി അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക്. മറ്റൊരു ഭേദഗതി എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത് ആസ് ഫാർ ആസ്, ഇതാണ് കോടതി ഉപയോഗിച്ച ആസ് ഫാർ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ബൈൻഡിങ്, ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. ആസ് ഫാർ ആസ് പോസിബിൾ ഒരു മുസ്ലിം ആയിരിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആവുമെങ്കിൽ അതിനെന്താ കുഴപ്പം? മുസ്ലിം ആയിക്കോട്ടെ. ആ മുസ്ലിം ആവണമെന്നില്ല നമുക്ക്. മുസ്ലിം ഇല്ലെങ്കിൽ ആ മുസ്ലിം ആകാമല്ലോ, അങ്ങനെ വരുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കും, സംസ്ഥാനങ്ങൾക്കുള്ളത് വഖഫ് ബോർഡാണ്. അതുപോലെ കേന്ദ്രത്തിനുള്ളത് ദേശീയമായിട്ടുള്ളത് വഖഫ് കൗൺസിലാണ്. ആ കൗൺസിലിലെ 4 പേരും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ 3 പേരും മുസ്ലിങ്ങളായിരിക്കണം. ഒരു നിർദ്ദേശമാണ്. അതിനെന്താ കുഴപ്പം? അത് വേണ്ടാന്ന് ഗവൺമെൻറ് ശാഠ്യം പിടിക്കുന്നില്ല. മറിച്ച് ഇതിലെ ഏറ്റവും ഓപ്പറേറ്റീവായിട്ടുള്ള പാർട്ട് എന്താണ്? നിങ്ങളൊരു വഖഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാർക്കും ഇടപെടാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. ഇത് ജനങ്ങൾക്ക് ഏറ്റവും ദ്രോഹകരമായിട്ട് ഒന്നായിട്ട് പരിണമിക്കാൻ കാരണം. ഇതിപ്പോൾ മാറ്റിയിട്ട് ഇപ്പം എങ്ങനെ ആക്കി? ഏതൊരാൾക്കും വഖഫിന് മേൽ ഉള്ള അവകാശം കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടാൻ. അതായത് ശ്രീജിത്തനിപ്പോൾ ഒരു വസ്തു വഖഫെന്ന് വെറുതെ എഴുതിയിട്ടിരിക്കുക, അത് എൻ്റെ സ്വത്താണ് എന്ന് തർക്കമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ കോടതിയിൽ വരെ പോവാം. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കോടതിയിൽ നമുക്ക് പോയി ക്ലെയിം ചെയ്യാൻ പറ്റില്ലായിരുന്നു. മദ്രാസ് കോടതിയിൽ ഇതുപോലെ കേസ് വന്നു. പാവപ്പെട്ട 1.5 സെന്റ് സ്ഥലമുള്ള ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ നിസ്സഹായരാണെന്നാണ് പറഞ്ഞത്.
ഈ നിസ്സഹായത ഇല്ലാതായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ കരം കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ക്ലെയിം ചെയ്യാം അവരുടെ പ്രോപ്പർട്ടി. ഇപ്പൊ കിരൺ റിജിജു അവിടെ വന്ന് പറഞ്ഞത് ഇപ്പൊ സത്യമായിരിക്കുന്നു. ഇതിന്റെ ചട്ടം വന്നാലും വന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവർക്ക് ക്ലെയിമുമായിട്ട് കോടതിയിൽ പോകണം. ചട്ടം വരുമ്പോൾ ഇത് നടപ്പാക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥനകൾ സഫലമായിരിക്കുന്നു. അതുപോലെ തന്നെ കിരൺ റിജിജു അവർക്ക് കൊടുത്ത വാക്കും സത്യമായിരിക്കുന്നു. എന്നിട്ട് എന്താ ഇവരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചത്? ഈ ബില്ല് വന്നതുകൊണ്ട് സ്വത്ത് കിട്ടില്ല എന്ന്. ആ സ്വത്തിന്മേലുള്ള ക്ലെയിം അവർക്ക് ശക്തമാക്കാൻ പക്ഷെ കോടതി വിധിക്കണം കേട്ടോ. കോടതി വിധിച്ചാൽ അവരുടേതായി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇക്കാര്യത്തിലുള്ള എല്ലാവിധമായിട്ടുള്ള ഇതപര്യന്തമുള്ള ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രബലമായിട്ടൊരു വകുപ്പ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾക്കും ഇത് വലിയൊരു നേട്ടവും ആശ്വാസവുമാണ്. എന്ന് വെച്ചാൽ പലപ്പോഴും ഈ സ്ത്രീകൾക്ക് സ്വത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇതിനെ വഖഫ് എന്ന് എഴുതി വെച്ചിട്ട് വഞ്ചിക്കാറുണ്ട് ചിലരൊക്കെ. അങ്ങനെ ചെയ്യാറുണ്ട്, വാശിക്ക് വേണ്ടിയിട്ടും അവരുടെ അഭിപ്രായ വ്യത്യാസം കൊണ്ടുമായിരിക്കാം. അങ്ങനെയുള്ള പ്രതികാരങ്ങളൊന്നും കുടുംബത്തോടിനി കാട്ടാൻ പറ്റാത്ത സ്ഥിതി വരും. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ ധാരാളമായിട്ട് ഈ ബില്ലിനെ അനുകൂലിക്കുന്നുണ്ട്. ഈ മുനമ്പത്ത് മാത്രമല്ലല്ലോ, തമിഴ്നാട്ടിൽ ഉൾപ്പെടെ, തമിഴ്നാട്ടിൽ ഒരു ഗ്രാമം മുഴുവൻ അവർക്ക് ഇനി ക്ലെയിം ചെയ്യാം. അതുകൊണ്ടാണ് മുനമ്പത്തിൽ ലഡു പൊട്ടിച്ചത്. മുനമ്പട്ട അവിടെ വലിയ ആരവമായിരുന്നു ഇത് വന്നപ്പോൾ. അപ്പോൾ ജനങ്ങൾ എത്രമാത്രം വേഴാമ്പൽ പോലെ കാത്തിരുന്ന ഒരു നിയമ നടപടിയാണിപ്പോൾ കാലങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്നത്. കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്ത അധമമായ ഒരു പ്രവൃത്തി, നിഷ്ഠുരവും ആയിട്ടുള്ള ഒരു പ്രവൃത്തി ഇപ്പോൾ അത് തിരുത്തപ്പെട്ടിരിക്കുന്നു. മോദിക്ക് അദ്ദേഹത്തിൻ്റെ 75ാം ജന്മദിനത്തിൽ സാധിച്ച ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ മതേതരത്വത്തിന്, നമ്മുടെ ഭരണഘടനയ്ക്ക് അദ്ദേഹം ചെയ്ത മഹത്തായ സംഭാവനകളിൽ ഒന്നായിട്ട് ചരിത്രം നാളെ രേഖപ്പെടുത്തുന്ന ഈ വഖഫ് ഭേദഗതി നിയമം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ആ തരത്തിൽ തന്നെ ഒരു സ്പിരിറ്റാണ് രാജ്യത്തെമ്പാടും ഇപ്പോൾ ഉണ്ടാവുന്നത്. എന്നിട്ടോ ഇതിനെ എതിർത്ത് ഇത് വരരുത്, ഇതൊരിക്കലും നടപ്പാക്കരുത്, തള്ളിക്കളയണം, സ്റ്റേ ചെയ്യണം, റദ്ദാക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ പറയുന്നത് അവരും വിജയഭേരി മുഴക്കുക. വലിയ ആശ്വാസമൊന്നും മുസ്ലിം പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ അനക്കമില്ല. CPM ഒക്കെയാണ് ഇതിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അവർക്കിപ്പോൾ അനക്കമില്ല. മാതൃഭൂമി വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു, മനോരമയും സംഘടിപ്പിച്ചിരുന്നു. ഇപ്പൊ അനക്കമില്ല. എന്തായാലും ഉടൻ തന്നെ രാഹുൽ ഗാന്ധി ക്രെഡിറ്റ് അടിക്കാനായി മുനമ്പത്തെത്താൻ സാധ്യതയുണ്ട്. അതെ, അതെടുക്കും, അതാണ് ഓടിയെത്തും. അതെ, ചെറുവയൽ രാമനെ കണ്ടില്ലേ, എന്താ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വയൽ വരമ്പിൽ കൂടി നടത്തിക്കൊണ്ടു പോകുന്നു. അതുപോലെ ഫോട്ടോ സെഷൻ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും രംഗത്തുണ്ടാവും. വരട്ടെ, ജനങ്ങൾക്ക് അറിയാം. ഇതിനെക്കുറിച്ച് ആദ്യമായി ചിന്തിച്ചത് മൻമോഹൻ സിംഗ് ആണ്. ഇതിനെക്കുറിച്ച് അങ്ങനെ പറയാം, കോൺഗ്രസ് ഈ നിയമത്തെ കുറിച്ച് ആദ്യം ചിന്തിച്ചത് മൻമോഹൻ സിംഗ് ആണ്. ഇത് മോദിയുടെ നേട്ടമൊന്നുമല്ല. ഇത് ഈ ജനങ്ങളുടെ അവകാശം ഇതിന്റെ ഭേദഗതിയിലൂടെ നശിപ്പിച്ചു കളഞ്ഞ മൻമോഹൻ സിംഗിന്റെ നേട്ടമാണെന്ന് വാദിക്കാനും 1994 അല്ലേ, ആ സമയത്തെ മൻമോഹൻ സിംഗിന്റെ അധികാരമാണ് ഇതിന് വഴി വരുന്നത്. ശരിയാണ്, അതാണ് ഇപ്പോൾ തിരുത്തേണ്ടി വന്നത്. അവർ ചെയ്ത തെറ്റ് ഇപ്പോൾ തിരുത്തപ്പെട്ടിരിക്കുന്നു. ആ അർത്ഥത്തിൽ അത് ശരിയാണ്.